ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ അവിടെ വോട്ടെടുപ്പ് ആരംഭിച്ചോ എന്ന് നമുക്ക് നന്ദൻ വിശദാംശങ്ങൾ നൽകും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് ചെയ്യാനെത്തിയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ നേരത്തെ കണ്ടിരുന്നു. വൈകിട്ട് 5 മണി വരെയാണ് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുക. 6 മണിയോടുകൂടി വോട്ടെണ്ണൽ തുടങ്ങും. 7 മണിയോടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാകും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് ബിജു ജനതാദളും BRSും ശിരോമണി അകാലിദളും വിട്ട് നിൽക്കും എന്നാണ് നമുക്ക് ലഭിച്ച വിവരങ്ങൾ. ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രതിപക്ഷ കക്ഷികൾ എന്നുള്ളതാണ്. വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ വിജയം ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് അത് ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. നന്ദഗോപനുണ്ട് വിശദാംശങ്ങളുമായി. നന്ദൻ, പ്രധാനമന്ത്രി വോട്ട് ചെയ്യാനെത്തിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് അവിടെ വോട്ടെടുപ്പ് ആരംഭിച്ചോ വിവരങ്ങൾ? ഇതിനോടകം തന്നെ വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ NDA MPമാർ ബാച്ചുകളായി തിരിഞ്ഞാണ് വോട്ട് രേഖപ്പെടുത്താനെത്തുക. ഓരോ ബാച്ചിനും ഓരോ കേന്ദ്രമന്ത്രിക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. അതാത് കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഈ പ്രത്യേക ബാച്ചുകളായി എത്തി പാർലമെന്റ് മന്ദിരത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി പോകുന്ന ഒരു സ്ഥിതിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ക്രോസ് വോട്ടിംഗ് അത് കൃത്യമായി തന്നെ ഇരു മുന്നണികളും നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ അത് ക്രോസ് വോട്ടിംഗ് ഉണ്ടായാൽ അത് ഇരു മുന്നണികൾക്കും അത് ക്ഷീണമാകും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ MPമാരുടെ വോട്ടുകൾ പെട്ടിയിലാക്കുവാൻ വേണ്ടിയുള്ള കൃത്യമായ പരിശീലനം, രൂപരേഖയടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ അതാത് മുന്നണികൾ MPമാർക്ക് നൽകിയിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായ വോട്ടെടുപ്പ് നടപടികൾ ഇതിനോടകം തന്നെ 10 മണിക്ക് തന്നെ ആരംഭിച്ചു. 5 മണിക്കാണ് വോട്ടെടുപ്പ് അവസാനിക്കുക. 6 മണിയോടുകൂടി തന്നെ വോട്ട് എണ്ണിത്തുടങ്ങും. 7 മണിക്ക് ഫലപ്രഖ്യാപനം ഉണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അനായാസേന വിജയമായിരിക്കും CP രാധാകൃഷ്ണൻ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇരു സഭകളിലും, രാജ്യസഭയിലും ലോക്സഭയിലും NDAക്ക് വ്യക്തമായ ഭൂരിപക്ഷം, BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം. അത് തന്നെ CP രാധാകൃഷ്ണന്റെ വിജയ സാധ്യതകൾ വ്യക്തമാക്കുന്നു. 781 MPമാർക്കാണ് ഈ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ യോഗ്യതയുള്ളത്. അതേസമയം തന്നെ 12 MPമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമാക്കി. അത് BRSന്റെയും ബിജു ജനതാദളിന്റെയും അതേപോലെ തന്നെ ശിരോമണി അകാലിദളിന്റെയും MPമാരാണ്. 12 MPമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമ്പോൾ 769 MPമാർ ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കും. 385 എന്നുള്ള മാജിക്കൽ ഫിഗർ കടക്കുമ്പോൾ ഉപരാഷ്ട്രപതി എന്നുള്ള പദത്തിലേക്ക് CP രാധാകൃഷ്ണൻ എത്തപ്പെടും. അത് വൈകുന്നേരം 7 മണിയോടുകൂടി ഈ ഒരു ഫലപ്രഖ്യാപനം ഉണ്ടാകും. അതേപോലെ തന്നെ ഈ പോളിംഗ് ഏജന്റുമാരായി നിശ്ചയിച്ചിരിക്കുന്നത് ശിവസേനയുടെ MP ശ്രീനാഥ് ഷിൻഡെയാണ്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, ഒപ്പം റാം മോഹൻ നായിഡു, ഇതിനൊപ്പം തന്നെ അർജുൻ റാം മേഘ്വാൾ എന്നീ കേന്ദ്രമന്ത്രിമാർ ആണ് ഈ പോളിംഗ് ഏജന്റുമാരായി, NDAയുടെ പോളിംഗ് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ സഖ്യം കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് കൃത്യമായി ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യത ഇല്ലെങ്കിൽ കൂടിയും എന്തുകൊണ്ട് ഈ വോട്ട് തങ്ങളുടെ പെട്ടിയിൽ തന്നെ വീഴണമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. മറിച്ച് ക്രോസ് വോട്ടിംഗ് ഉണ്ടായാൽ, അതായത് തങ്ങളുടെ മുന്നണിയിൽ നിന്നും ഒരു വോട്ട് CP രാധാകൃഷ്ണന് പോയാൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അത് കനത്ത തിരിച്ചടിക്ക് വഴിവെക്കുമെന്നുള്ളതാണ് വിലയിരുത്തപ്പെട്ടത്. അതുതന്നെയാണ് MPമാരുമായി ചർച്ച ചെയ്തത്. അതേസമയം തന്നെ തമിഴ്നാട്ടിലെ DMK അടക്കമുള്ള മുന്നണികൾ ഇതിനോടകം തന്നെ അനുകൂലമായി, അതായത് പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡിക്ക് അനുകൂലമായിട്ട് ഇതിനോടകം നിലപാട് വ്യക്തമാക്കിയെങ്കിലും രഹസ്യ ബാലറ്റാണ്, വിപ്പില്ല. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാമെന്നുള്ള ഒരവസ്ഥയാണ്. പ്രത്യേക മഷി ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ്. 2 സ്ഥാനാർത്ഥികളുടെയും, പ്രതിപക്ഷത്തിന്റെയും NDA സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥികളുടെ പേര് യഥാക്രമം ഉണ്ടാകും. ആദ്യം NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയുടെ പേരും രണ്ടാമതായി CP രാധാകൃഷ്ണന്റെ പേരുമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു നേർക്ക് പ്രത്യേക മഷി ഉപയോഗിച്ച് തയ്യാറാക്കിയ പേന ഉപയോഗിച്ച് പ്രത്യേക അടയാളപ്പെടുത്തുന്നതോടുകൂടി ഈ വോട്ടിംഗ് നടപടിക്രമങ്ങൾ അത് അവസാനിക്കും. വൈകുന്നേരം 5 മണി വരെയാണ് MPമാർക്ക് വോട്ട് പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുക. ശരി നന്ദൻ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. വൈകിട്ട് 5 മണി വരെ വോട്ട് രേഖപ്പെടുത്താം. 6 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. 7 മണിക്കായിരിക്കും ഫലപ്രഖ്യാപനം വരിക. എന്തായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് ബിജു ജനതാദളും BRSും ശിരോമണി അകാലിദളുമാണ് വിട്ടുനിൽക്കുന്നത്. ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമോ എന്ന ആശങ്ക പ്രതിപക്ഷ കക്ഷികൾക്കുണ്ട്. എങ്കിൽ പോലും ഒരു വ്യക്തമായ ഭൂരിപക്ഷം NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഉള്ളതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാണെങ്കിലും
ഒരു തെരഞ്ഞെടുപ്പ് അത് നടപടിക്രമങ്ങളുടെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ്. എസ് നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.